നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു കഥയാണ്. ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. സിംഹത്തിൻ്റെ മന്ത്രി ഒരു കുറുക്കനായിരുന്നു. ഇതിനിടയ്ക്ക് ധാരാളം മൃഗങ്ങളെ വേട്ടയാടി സിംഹവും കുറുക്കനും അതിൻ്റെ ആഹാരം നല്ല രീതിയിൽ സുഭിക്ഷമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ആനയെ ഭക്ഷിച്ചു. സിംഹത്തിന് ആനയുടെ രക്തം കുടിച്ച് വയറിന് അസുഖം പിടിപെട്ടു. അപ്പോൾ സിംഹം തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് ആനയുടെ രക്തം കുടിച്ചിട്ട് വയറിന് നല്ല സുഖമില്ല. അതിന് പ്രതിവിധിയായി ഒരു കഴുതയുടെ മാംസം ഭക്ഷിച്ചാൽ മതി, അതിന് ശമനം വരും. കുറുക്ക, നീ പോയി എവിടെ നിന്നെങ്കിലും ഒരു കഴുതയെ തേടിപ്പിടിച്ചു കൊണ്ടുവരും. അങ്ങനെ മന്ത്രിയായ കുറുക്കൻ കഴുതയെ അന്വേഷിച്ച് യാത്രയായി. ഒടുവിൽ ഒരു അലക്കുകാരൻ്റെ വീട്ടിൽ ഒരു കഴുതയെ കണ്ടു. കുറുക്കൻ അവിടെ ചെന്ന് കഴുതയുമായി കുശലപ്രശ്നങ്ങൾ ആരംഭിച്ചു. ഈ അലക്കുകാരൻ്റെ തുണി ചുമക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷപ്രദമാണ് സിംഹത്തിൻ്റെ ഗുഹയിലെ വാസം. അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കുറുക്കൻ കഴുതയെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് കഴുതയ്ക്ക് ആപത്ത് മനസ്സിലായത്. ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള സന്ധ്യാവന്ദനത്തിനായി സിംഹം പോയ തക്കം നോക്കി കഴുത അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതിനെ വീണ്ടും വിളിച്ചു കൊണ്ടുവരുന്നതിന് സിംഹം കുറുക്കനെ നിയോഗിച്ചു. കുറുക്കൻ വീണ്ടും കഴുതയുടെ അടുത്ത് ചെന്നു. ആ പാപം ജീവിയെ കബളിപ്പിക്കാൻ തുടങ്ങി. സിംഹം സാധുശീലനും ഉദാരമതിയുമാണ്. അതിഥിപ്രിയനായ അദ്ദേഹം ആലിംഗനം ചെയ്യുവാൻ ഭാവിച്ചപ്പോൾ ഭയന്നോടിയ കഴുത ശുദ്ധമടയനാണെന്നുമെല്ലാം കുറുക്കൻ കഴുതയോട് പറഞ്ഞു. കൂടാതെ കഴുതയുടെ വർഗം തന്നെ വലിയ സംഗീത വിദ്വാൻമാരാണ് എന്ന് സിംഹം ധരിച്ചിട്ടുണ്ടെന്നും കഴുതയുടെ പാട്ട് കേൾക്കാൻ മൃഗരാജാവിന് താല്പര്യമുണ്ടെന്നും കുറുക്കൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഈ പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ച് കഴുത വീണ്ടും കുറുക്കനോടൊപ്പം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ചെന്നു. ഇക്കുറി കഴുതയ്ക്ക് രക്ഷപ്പെടുവാൻ അവസരം നൽകാതെ സിംഹം അതിനെ കൊന്നു. കഴുതയുടെ ശവശരീരത്തിന് കുറുക്കനെ കാവൽ നിർത്തിയിട്ട് സിംഹം നിത്യകർമ്മത്തിനായി നദിക്കരയിലേക്ക് പോയി. അതിനിടയിൽ സൂത്രശാലിയായ കുറുക്കൻ കഴുതയുടെ കാതുകളും കരളും തിന്നു തീർത്തു. മടങ്ങിയെത്തിയ സിംഹം കോപത്തോടെ ചോദിച്ചു, എടാ കുറുക്ക, ഈ കഴുതയുടെ ചെവികളും കരളും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തെ നീ ഉച്ഛിഷ്ടമാക്കിയില്ലേ? അത് കേട്ട് കുറുക്കൻ പറഞ്ഞു, പ്രഭോ, ഈ കഴുതയ്ക്ക് കാതുകളും കരളുമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് രക്ഷപ്പെട്ടു പോയിട്ട് വീണ്ടും മടങ്ങി വന്നത്. അത് ശരിയായിരിക്കുമെന്ന് കരുതിയ സിംഹം കുറുക്കൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചു. യാതൊരു വിഷമവും കൂടാതെ സിംഹവും കുറുക്കനും കൂടി കഴുതയുടെ മൃതദേഹം തിന്നു തീർക്കുകയും ചെയ്തു. ഈ കഥ ഇത്ര മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.